One angle of an isosceles triangle is 120 degree. What are the other two angles? അതായത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 120 ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണോ അതോ ഈക്വൽ അല്ലാത്ത ആംഗിളാണോ? 120 ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ അല്ലാത്ത ആംഗിളാവും അല്ലേ. കാരണം എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾസ് 120 ഡിഗ്രി ആയാൽ അവയുടെ സമ്മ് തന്നെ 240 ആകും. 180 ഡിഗ്രി ആവാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ഈക്വൽ അല്ലാത്ത ഒരു ആംഗിളാണ് ഇത് 120 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. ABC എന്ന് നെയിം ചെയ്യാം ട്രയാങ്കിളിന്. ആംഗിൾ ബിയും ആംഗിൾ സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ ABCയുടെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 120 ഡിഗ്രിയാണ്, പിന്നെ ആംഗിൾ B പ്ലസ് ആംഗിൾ C അല്ലേ. ഇതാണ് സമ്മ്, അത് എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ് ഈക്വൽ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് എന്തായാലും ഈക്വൽ ആയിരിക്കും. അതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഒരിക്കലും 120 ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ ബിയും ആംഗിൾ സിയും അല്ലേ. അപ്പോൾ ആംഗിൾ ബിക്ക് പകരം നമുക്ക് ആംഗിൾ സി എന്ന് കൊടുക്കാം. ഓക്കെ, സോ 120 ഡിഗ്രി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ സി ഈസിക്കൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 120 ഡിഗ്രിയെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 120 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 120 ഡിഗ്രി ആവും. പിന്നെ ആംഗിൾ സി പ്ലസ് ആംഗിൾ സി എന്താ 2 ആംഗിൾ സി ആയിരിക്കും അല്ലേ. സോ 2 ആംഗിൾ സി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി എത്ര? 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 2 ആംഗിൾ സി ഈസിക്കൽ ടു 60 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ സി കാണാം. അതിനുവേണ്ടി എന്താ ചെയ്യുക, ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ സി ഈസിക്കൽ ടു 60 ഡിഗ്രി ബൈ 2. 60 ഡിഗ്രി ബൈ 2 എത്ര? 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ സി നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി കിട്ടി. അപ്പോൾ ആംഗിൾ ബിയും എന്താണ്, ആംഗിൾ സിക്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ ആംഗിൾ ബിയും എന്താണ് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്താണ് 30 ഡിഗ്രി 30 ഡിഗ്രി. ഓക്കെ, in the figure, a triangle is drawn by joining the center of a circle and 2 points on the circle. Calculate the other 2 angles of the triangle. അതായത് താഴെ ഫിഗറിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ 2 പോയിൻറ്റ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് സർക്കിളിൻ്റെ സെൻറ്ററിന് O എന്നും സർക്കിളിലെ 2 പോയിൻറ്റ്സിന് AB എന്നും കൊടുക്കാം. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് OA എന്ന സൈഡും OB എന്ന സൈഡും എന്താണ് ഈക്വൽ ആണ്. കാരണം എന്താണ്, അവ ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. ഒരേ സർക്കിളിൻ്റെ റേഡിയസുകളൊക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ. OA ഈസ് ഈക്വൽ ടു OB. കാരണം എന്താണ്, റേഡിയസ് ഓഫ് സർക്കിൾ. സോ ട്രയാങ്കിൾ AOB ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. കാരണം എന്താ, രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്ത് പറയും? ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്നാണ് പറയുക. ഐസോസ്ലെസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ OAക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളായ ആംഗിൾ ബിയും OBക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളായ ആംഗിൾ എയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. കാരണം എന്താണ്, ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. OA OB എന്നീ രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. അതുകൊണ്ട് അവ ഈക്വൽ ആണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന 180 ഡിഗ്രിയാണ് അല്ലേ. ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ AOBയിലെയും സം ഓഫ് ആംഗിൾസ് എന്താണ് 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ AOBയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 60 ഡിഗ്രി പ്ലസ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ എന്ന് തന്നെ കൊടുക്കാം. A ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 60 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ പ്ലസ് 60 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 60 ഡിഗ്രി ആവും. പിന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ എ ആണ് അല്ലേ. സോ 2 ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി.
ദാറ്റ് ഈസ് 2 ആംഗിൾ എ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ് 120 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ എ കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ എ ഈസ് ഇക്വൽ ടു 120 ഡിഗ്രി ബൈ 2. അതെത്രയാണ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ 60 ഡിഗ്രി ആയി. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്ന ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആണ് അല്ലേ, അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ എ അതെത്രയാണ് 60 ഡിഗ്രി. ഓക്കെ, in the figure, a triangle is drawn by joining 3 points on a circle. The measures of 2 of the 3 angles made by the points on the circle with the center of circle are also given. Calculate the third angle at the center of circle. Calculate all the angles of large green triangle on the circle. അതായത് താഴെ ഫിഗറിൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ 3 പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ഗ്രീൻ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ സർക്കിളിലെ പോയിന്റ്സ് സർക്കിളിലെ സെൻറ്ററുമായി ഉണ്ടാക്കുന്ന 2 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ABC എന്ന് നെയിം ചെയ്യാം. സർക്കിളിലെ സെൻറ്ററിന് O എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ BOC ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്താണ് 360 ഡിഗ്രിയാണ് അല്ലേ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഒരു പോയിന്റ് ആണല്ലോ, O എന്നത് ഒരു പോയിന്റ് ആണ്. അപ്പോൾ ആ സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിൾ എന്തായിരിക്കും 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ അറൗണ്ട് സെൻറ്റർ ഇസിക്കൽ ടു 360 ഡിഗ്രിയാണ്. സെൻറ്ററിന് ചുറ്റുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 110 ഡിഗ്രിയും ഒന്ന് 120 ഡിഗ്രിയും പിന്നെ ഒന്ന് ആംഗിൾ BOC ആണ് അല്ലേ. അപ്പോൾ 110 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി പ്ലസ് ആംഗിൾ BOC ഇസിക്കൽ ടു 360 ഡിഗ്രി. 110 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി എത്രയാണ്? 230 ഡിഗ്രിയാണ് അല്ലേ. സോ 230 ഡിഗ്രി പ്ലസ് ആംഗിൾ BOC ഈസിക്വൽ ടു 360 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ BOC കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 230 ഡിഗ്രി ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് 230 ഡിഗ്രിയെ കൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 230 ഡിഗ്രി ആവും. സോ ആംഗിൾ BOC ഇസിക്കൽ ടു 360 ഡിഗ്രി മൈനസ് 230 ഡിഗ്രി. അതെത്രയാണ്? 130 ഡിഗ്രിയാണ് അല്ലേ. സോ ആംഗിൾ BOC എത്രയാണ്? 130 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ ഓൺ ദ സർക്കിൾ. അതായത് ഈ ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ AOB ഒന്ന് നോക്കാം. ട്രയാങ്കിൾ AOBയിലെ OA എന്ന സൈഡും OB എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്? ഇവ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് OAയും OBയും ഈക്വൽ ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ AOB എന്താണ്? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ. കാരണം എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ. നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ OAക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ABO. ഈ ആംഗിളും OBക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ അതേതാണ്? ആംഗിൾ OAB അല്ലേ. അപ്പോൾ ABOയും OABയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ AOB. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ AOBയിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ AOBയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 110 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 110 ഡിഗ്രി പ്ലസ് പിന്നെ ആംഗിൾ ABO പ്ലസ് ആംഗിൾ OAB. ഈ 3 ആംഗിൾസാണ് ട്രയാങ്കിൾ AOBയിലുള്ളത്. അവയുടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഏതൊരു ട്രയാങ്കിളിലെയും സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ABOയും ആംഗിൾ OABയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ. സോ ആംഗിൾ OABക്ക് പകരം ആംഗിൾ ABO എന്ന് തന്നെ കൊടുക്കാം. സോ 110 ഡിഗ്രി പ്ലസ് ആംഗിൾ ABO
പ്ലസ് ആംഗിൾ എ ബി ഒ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ ബി ഒ കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ 110 ഡിഗ്രിയെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ 110 ഡിഗ്രി കിറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 110 ഡിഗ്രി ആകും. പിന്നെ ആംഗിൾ എ ബി ഒ പ്ലസ് ആംഗിൾ എ ബി ഒ എന്ന് വെച്ചാൽ 2 ആംഗിൾ എ ബി ഒ ആണല്ലേ. സോ 2 ആംഗിൾ എ ബി ഒ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. That is 2 angle ABO is equal to 180 degree minus 110 degree എത്ര 70 ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ ബി ഒ കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 2നെ കെട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ എ ബി ഒ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി ബൈ 2. അത് എത്രയാണ്, 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ബി ഒ 35 ഡിഗ്രിയാണ്. നമ്മൾ കണ്ടു ആംഗിൾ എ ബി ഒയും ആംഗിൾ ഒ എ ബി ഈക്വൽ ആണല്ലോ. സോ ആംഗിൾ ഒ എ ബി എന്താണ്, ആംഗിൾ എ ബി ഒ തന്നെയാണ്, രണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് അതും എന്താണ് 35 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഒ സി നോക്കാം. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സായ ഒ എ എന്ന സൈഡും ഒ സി എന്ന സൈഡും എന്താ ഈക്വൽ ആണ്. കാരണം എന്താ, അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസിലസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒ എക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഒ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഒ എക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ എ സി ഒ. ഒ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ ഒ എ സി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി. കാരണം എന്താണ്, ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഒ എ ആൻഡ് ഒ സി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ഒ സിയിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എ ഒ സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 120 ഡിഗ്രി പ്ലസ് ബാക്കിയുള്ള ആംഗിൾ ഏതാ, ആംഗിൾ എ സി ഒ പ്ലസ് ആംഗിൾ ഒ എ സി അല്ലേ. അപ്പോൾ ഇവയുടെ സം എന്താണ്, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ആംഗിൾ എ സിയും ആംഗിൾ ഒ എ സിയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആംഗിൾ ഒ എ സിക്ക് പകരം ആംഗിൾ എ സി ഒ എന്ന് തന്നെ കൊടുക്കാം. സോ 120 ഡിഗ്രി പ്ലസ് ആംഗിൾ എ സി ഒ പ്ലസ് ആംഗിൾ എ സി ഒ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആംഗിൾ എ സി ഒ കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ 120 ഡിഗ്രി ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 120 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 120 ഡിഗ്രി ആകും. അതേപോലെ ആംഗിൾ എ സി ഒ പ്ലസ് ആംഗിൾ എ സി ഒ എന്താണ്, 2 ആംഗിൾ എ സി ഒ ആണ് അല്ലേ. സോ 2 ആംഗിൾ എ സി ഒ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. ദറ്റ് ഈസ് 2 ആംഗിൾ എ സി ഒ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ സി ഒ കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ എ സി ഒ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ബൈ 2. അത് എത്രയാണ്, 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ സി ഒ 30 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു ആംഗിൾ എ സി ഒയും ആംഗിൾ ഒ എ സിയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. സോ ആംഗിൾ ഒ എ സി എന്തായിരിക്കും, ആംഗിൾ എ സി ഒ തന്നെ ആയിരിക്കും, അതായത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ഒ സിയിലെ രണ്ട് ആംഗിൾസ് എന്താണ്, 30 ഡിഗ്രി. ഇനി നമുക്ക് ട്രയാങ്കിൾ ബി ഒ സി നോക്കാം. ട്രയാങ്കിൾ ബി ഒ സിയിലെ ഒ ബി എന്ന സൈഡും ഒ സി എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്, അവ രണ്ടും സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ബി ഒ സി എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ ഒ സി ബി, ആ ആംഗിളും പിന്നെ ഒ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ ഒ ബി സി അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ഒ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി. കാരണം എന്താണ്, ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഒ ബി ആൻഡ് ഒ സി. ഓക്കെ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്താണ്, 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ബി ഒ സിയിലെയും സം ഓഫ് ആംഗിൾസ് എന്താണ്, 180 ഡിഗ്രി ആയിരിക്കും.
ട്രയാങ്കിൾ ബി ഒ സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 130 ഡിഗ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 130 ഡിഗ്രി പ്ലസ് പിന്നെ ആംഗിൾ ഒ സി ബിയും പ്ലസ് ആംഗിൾ ഒ ബി സിയും അല്ലേ, സിഗൽ ടു എന്താണ് 180 ഡിഗ്രി. പക്ഷേ ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ഒ സി ബിക്ക് പകരം നമുക്ക് ആംഗിൾ ഒ ബി സി എന്ന് കൊടുക്കാം. ഓക്കെ, സോ 130 ഡിഗ്രി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി ഈസിക്കൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഒ ബി സി കാണണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ 130 ഡിഗ്രിയെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് 130 ഡിഗ്രിയെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 130 ഡിഗ്രി ആകും. പിന്നെ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി എന്താ 2 ആംഗിൾ ഒ ബി സി ആണ് അല്ലേ. സോ 2 ആംഗിൾ ഒ ബി സി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി എത്രയാണ്? 50 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഒ ബി സി കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, ഇൻറ്റു 2നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ബൈ 2. അതെത്രയാണ്? 25 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഒ ബി സി 25 ഡിഗ്രി കിട്ടി. നമ്മൾ ഓൾറെഡി കണ്ടു ഒ ബി സിയും ആംഗിൾ ഒ സി ബി ഈക്വൽ ആണ് അല്ലേ. സോ ആംഗിൾ ഒ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി, അതെത്രയാണ്? 25 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? 25 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് കണ്ടുപിടിക്കാമല്ലോ. ഏതാണ് ആംഗിൾസ്? ആംഗിൾ എ എന്ന് പറയുന്ന എവിടെ എന്താ 35 ഡിഗ്രിയും 30 ഡിഗ്രിയും ഉണ്ട് അല്ലേ. അപ്പോൾ 35 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രിയും അതെത്രയാണ്? 65 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ ബിയിലുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 35 ഡിഗ്രിയും പിന്നെ 25 ഡിഗ്രിയും അല്ലേ, അതെത്രയാണ്? 60 ഡിഗ്രിയാണ്. പിന്നെയുള്ള ആംഗിൾ സി ആണ്. ആംഗിൾ സിയിലുള്ളത് ഏതൊക്കെയാണ്? 30 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി അതെത്രയാണ്? 55 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ട്രയാങ്കിൾ എ ബി സി അല്ലെങ്കിൽ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ്.